2 മിനിറ്റ് കൊണ്ട് മടി മാറാനുള്ള ട്രിക്കിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ മടിയായിരിക്കും. രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ മടി, പഠിക്കാൻ മടി, കോളേജിൽ പോകാൻ മടി. പക്ഷെ നമുക്ക് മടിയില്ലാത്തൊരു കാര്യം എപ്പോഴും ഫോൺ യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലേ? കാരണം നമ്മളൊരു കംഫർട്ട് സോണിലായിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മടിയായിരിക്കും. മടി മാറ്റണം, ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നത് പോലും. പക്ഷേ എന്നാലും നിങ്ങളെ പിടിച്ചിരുത്തുന്ന എന്തോ ഉണ്ടല്ലേ? മടി മാറാനുള്ള ടിപ്സ് തേടിയിട്ട് നിങ്ങൾ പല വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, എന്നിട്ട് ഒരു മാറ്റവും ഉണ്ടായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെ മടി മാറ്റാം എന്നാണ്. ഒരു സത്യം പറയട്ടെ, 2 മിനിറ്റ് കൊണ്ട് മടി മാറാൻ ഒരു ട്രിക്കും ഇല്ല. 2 മിനിറ്റ് അല്ല, 24 മണിക്കൂർ കൊണ്ട് മടി മാറാൻ ഒരു ട്രിക്കും ഇല്ല. അങ്ങനെയുള്ള ഒരു ടെക്നിക്കും ആരും കണ്ടുപിടിച്ചിട്ടില്ല. മടി മാറാൻ ഒറ്റ ട്രിക്കേ ഉള്ളൂ, അത് നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ഒരു സ്പാർക്ക് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് മടി മാറ്റാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം നിങ്ങളുടെ മനസ്സിൽ മടി ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ 10 മണിക്ക് എക്സാമിന് കയറുകയാണ്. നിങ്ങൾ 9:45 മടി പിടിച്ചിരിക്കുമോ? എന്തെങ്കിലുമൊക്കെ വായിക്കാൻ ശ്രമിക്കത്തില്ലേ? ഇല്ലെങ്കിൽ നിങ്ങളൊരു കാട്ടിലൂടെ നടന്നു പോവുകയാണ്, ഒരാന നിങ്ങളുടെ പിറകെ കുത്താൻ വന്നു. നിങ്ങൾ മടി പിടിച്ച് ഇപ്പം എനിക്ക് ഓടാൻ വയ്യ, ആന കുത്തിയിട്ട് പോട്ട് എന്ന് കരുതുമ്പോൾ നിങ്ങൾ ഓടുമോ? അപ്പോൾ മടി എന്ന് പറയുന്നത് മനസ്സിനെ ബേസ് ചെയ്തിരിക്കും. ജീവിതത്തിൽ അങ്ങേയറ്റം സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ആ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും മടി പിടിച്ചിരിക്കത്തില്ല. അവരെങ്ങനെയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പരമാവധി ഹാർഡ് വർക്ക് ചെയ്യും. കാരണം അവർക്ക് വേറെ നിവർത്തിയില്ല. നിങ്ങളൊരു കംഫർട്ട് സോണിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും മടി വരുന്നത്. നിങ്ങൾക്കെല്ലാം ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് ഫുഡുണ്ട്, നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ സുഖങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ഫോണും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കംഫർട്ട് സോണിൽ ഇരുന്ന് സുഖിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മടി ഉള്ളത്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ മടി മാറും. നിങ്ങൾ പിന്നീട് ഈ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു തുടങ്ങും. രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ തുടങ്ങും, നിങ്ങൾ പൈസ ഏൺ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മുമ്പിലുള്ളത് കൊണ്ടാണ് നിങ്ങളിതൊന്നും ചെയ്യാത്തത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുക, ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? ഒന്നുമില്ല എനിക്ക്, അല്ലെങ്കിൽ അസുഖം വന്നു, എൻ്റെ കയ്യിൽ പൈസയില്ല, വീട്ടുകാരില്ല, ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊരു ഭയം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മടി മാറാനുള്ള ഒരു മനസ്സ് വരും. അതല്ലെങ്കിൽ ഇടയ്ക്കിടെ ആലോചിക്കുക, എൻ്റെ ജീവിതം എവിടെയാണ് നിൽക്കുന്നത്? ഈ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടായിട്ടുണ്ടോ ഇതുവരെ? ഈ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു നിരാശ നമ്മളിൽ മടി മാറ്റിയെടുക്കാൻ ചിലപ്പോൾ സഹായിച്ചേക്കും. മനസ്സിനെ സ്ട്രോങ് ആക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് തേടുക. കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യുക, വ്യായാമം ചെയ്യുക, ഡെയിലി കൂട്ടുകാരോടൊത്ത് നിങ്ങൾ ഒരു കാര്യം പറയുക. അതായത് ഇന്ന് നമുക്ക് വ്യായാമം ചെയ്യാൻ പോകാം, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഇത്ര മണിക്കൂർ പഠിക്കാം എന്നൊക്കെ ഒരു ധാരണ വെച്ച് കഴിഞ്ഞാൽ അവരുടെ മോട്ടിവേഷനിലെങ്കിലും നിങ്ങളുടെ മടി മാറിയിട്ട് നിങ്ങൾ പഠിക്കുകയോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുകയൊക്കെ ചെയ്യും. ഒരു കാര്യം ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു, പക്ഷേ അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ മടി തോന്നുകയാണെങ്കിൽ തോന്നുന്ന ആ ഒരു നിമിഷം തന്നെ എഴുന്നേൽക്കുക. ഒന്നും ആലോചിക്കരുത്, പിന്നെ ചെയ്യാം എന്ന് പോലും മനസ്സിനെ പറയാൻ അനുവദിക്കാതെ ചാടി എഴുന്നേറ്റ് ആ കാര്യം അങ്ങ് ചെയ്തു തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് മടി വരില്ല. നമ്മൾ കുറച്ച് നേരം ലേസിയായിട്ട് കിടന്ന് ആലോചിക്കുമ്പോഴാണ് ഇന്ന് ചെയ്യേണ്ട, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന ചിന്ത വരുന്നത്. നിങ്ങളിപ്പോൾ ഫോണിലൊരു റീല് കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആലോചിക്കാറുണ്ടോ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം എന്ന്? നിങ്ങളെന്ത് ചെയ്യും? അപ്പോൾ തന്നെ ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യും. അതേസമയം വേറൊരു കാര്യം ചെയ്യാനാണ് ആലോചിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ചെയ്യേണ്ട, പിന്നെ ചെയ്യാമെന്ന് ആലോചിക്കുമല്ലേ? അപ്പോൾ ആ ഫോൺ എടുക്കുന്ന അതേ സ്പീഡിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങളിപ്പോൾ പഠിക്കാൻ ബുക്ക് എടുക്കുകയാണ്, അപ്പോൾ തന്നെ ബുക്കും കയ്യിലെടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പേജേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതായിരിക്കും. കാരണം ഒരു പേജ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മടി വന്നിട്ടുണ്ടാകും. സാരമില്ല, ഒരു പേജെങ്കിലും പഠിച്ചല്ലോ, പിന്നെ 2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഒരു പേജെങ്കിലും വായിക്കാൻ ശ്രമിക്കും. അതേസമയം ആ ബുക്ക് തുറന്നില്ലെങ്കിൽ ജീവിതകാലത്തെ ഒരിക്കലും നിങ്ങൾ ആ ബുക്ക് തുറക്കുകയില്ല. മടി മാറാൻ പ്രത്യേകിച്ച് ഒരു ടെക്നിക്കും ഒരു ഉപകരണവും ഇല്ല. നിങ്ങളുടെ മനസ്സാണ്. മനസ്സിനെ തയ്യാറാക്കിയെടുക്കുക. ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മടി മാറിയിരിക്കും.